ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ആണ്. ഞാൻ എങ്ങനെയാണ് അടിപൊളിയായിട്ട് റെഡി ആവാന്നുള്ള മോർണിംഗ് സ്കിൻ കെയർ. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇടുന്നത് ഒരു സിറം. കഴിഞ്ഞപ്പോൾ ഞാൻ സിറത്തിൻ്റെ കുപ്പിയിൽ ഞാൻ ഇട്ട് വെച്ചതാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ എടുക്കാൻ. ഇത് ശരിക്കും സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. അപ്പം അടിപൊളി മോയ്സ്ചറൈസറാണ്, നല്ലതുപോലെ ഈസി ടു ബ്ലെൻഡാണ്, ഭയങ്കര അടിപൊളിയാണ്. എല്ലാ സ്കിൻ ടൈപ്പിനുമല്ല, ഇത് ഓയിലി സ്കിൻ ടൈപ്പിനുള്ള ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത്. സോ എൻ്റെ കുറച്ച് ഓയിലിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാനതാ യൂസ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു മോയ്സ്ചറൈസർ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റാഫിലിൻ്റെ മേടിക്കാം. എനിക്ക് തോന്നുന്നു കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് വർത്ത് ഈ പ്രോഡക്റ്റാണ്. എക്സ്പെൻസീവിനുള്ളതുണ്ട്, അതുകൊണ്ട് ഞാൻ ഡോട്ടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കണ്ടോ, ഈസി ടു ബ്ലെൻഡാണ്. ഞാൻ കൈ വെച്ചപ്പോഴത്തേക്കും മഞ്ഞ് പോയി. അതുപോലെ നല്ല അടിപൊളി ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. സോ ഞാൻ അടിപൊളിയായിട്ട് ബ്ലെൻഡൊക്കെ ചെയ്ത് കൊടുത്തു. സോ പിന്നെ ഞാൻ എന്താ കൊടുത്തത്, ഞാൻ ഇതിൻ്റെ സ്പെഷ്യൽ വീഡിയോയും കൂടിയാണ് കേട്ടോ. വോയിസ് ഓവർ ചെയ്യുന്ന ആദ്യത്തെ എൻ്റെ വീഡിയോ ആണ്. ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യാം. പിന്നെ ഇതാ ലിപ് ബാമാണ് ഇട്ടെടുക്കുന്നത്. മറ്റേ ഗെറ്റ് റെഡി വിത്ത് മീലൊക്കെ ഇട്ട അതേ ലിപ് ബാം തന്നെയാണ്. ഇതാ ഞാൻ മെബലിൻ്റെ ലിപ് ബാമായിട്ടോ യൂസ് ചെയ്യുക. SPF 11 ഒക്കെ ഉള്ള ഒരു ലിപ് ബാമാണ്, അടിപൊളിയാണ്, എല്ലാ ലിപ്സിനും പറ്റും. ഞാൻ കുറച്ച് അത്യാവശ്യം ഇട്ടെടുക്കുന്നത്, നല്ല ഗ്ലോസി ഫിനിഷിംഗ് ഒക്കെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അടുത്തത് എടുക്കുന്നത് എന്താണ് ഇനി ഞാനിവിടെ വോയിസ് ഓവർ ചെയ്യാണ്. അപ്പോൾ തന്നെ വോയിസ് ഓവർ ചെയ്യാണ് കേട്ടോ. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു കോമ്പാണ് കേട്ടോ. കോമ്പ് എടുത്തിട്ട് എൻ്റെ മുടി ഇതുപോലെ ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് കെട്ടി വെക്കണം. ഞാനിങ്ങനെ കുറേ ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് മുടി കേടാവും, ഡാമേജ് ആവും, പിന്നെ കുടുക്കാവും, പിന്നെ അത് ഊരാൻ കഴിയാത്തൊരവസ്ഥയാവും. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഒന്ന് റെഡി ആവില്ല, മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. സോ ഞാൻ കുറേ ഇഷ്ടപ്പെട്ട് മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. ഞാൻ എല്ലാം സെറ്റാക്കി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനിയാണ് വലിയൊരു കൺഫ്യൂഷൻ വരുന്നത്, പോണി വേണോ അതോ ബണ്ണ് വേണോ എന്നുള്ള, ബൺ ഹെയർ സ്റ്റൈൽ വേണോ എന്നുള്ള. ഞാനൊരു സ്ക്രഞ്ചിയൊക്കെ എടുത്തിട്ടാണ് കിട്ടുന്നത്. പോണി വേണോ അതോ ബൺ ഹെയർ സ്റ്റൈൽ വേണോ, കൺഫ്യൂഷൻ. അപ്പം നമ്മൾ ഏതെടുക്കും? പോണി വേണ്ട, നമുക്ക് ബണ്ണെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ബണ്ണെടുത്തിട്ടുണ്ട്. ബൺ ഹെയർ സ്റ്റൈൽ, ബണ്ണല്ലാത്ത ബൺ ഹെയർ സ്റ്റൈൽ എടുത്തിട്ടുണ്ട്. സോ അടിപൊളിയായിട്ട് എങ്ങനെയായിട്ട് ബൺ ഹെയർ സ്റ്റൈൽ കിട്ടാൻ നിങ്ങളങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ എടുക്കുന്നത്, ഒരു ഹെയർ ബാൻഡ് എനിക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 2 മുടിയും ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെറ്റായിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് പണിയൊക്കെയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബോഡി മിസ്റ്റ് എടുത്തിട്ടുണ്ട്. ലിസി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സ്വീറ്റ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പ്രേ ആണിത്, ബോഡി മിസ്റ്റാണ്. സോ അത് ഞാൻ കയ്യിൻ്റെ ഇവിടെ തേച്ച് കൊടുക്കും. പിന്നെ ഞാൻ നല്ല സ്മെല്ലാട്ടോ, അടിപൊളിയാണ്. പിന്നെ നെക്കിൻ്റെ അവിടെയും ഒന്നാക്കി കൊടുക്കും, അപ്പോൾ പെട്ടെന്ന് പുറത്തു പോയി. പിന്നെ കുറച്ച് എക്സ്പ്രഷൻ വയറി ഇരുന്നിട്ടുണ്ട്. സോ ഞാൻ അടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.